നമ്മൾ മുമ്പേ വെച്ച മരുന്നാണ്. നമ്മൾ മുമ്പേ വെച്ചാണ്, ഇടിച്ച് വിഴിഞ്ഞ് വെച്ച സാധനമാണ്. ഇപ്പം എങ്ങനെയുണ്ടത്? കട്ടിയായി അലുവ കഷ്ണം പോലെ. അത് തന്നെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് ആ ഒരു മരുന്നിൻ്റെ ഒരു ഗുണം കാണിക്കുന്നതാണ്. ഇതിപ്പം ചില ആൾക്കാർ പറയേ ഈ വിശപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇത് കഴിക്കും. ഞാൻ കരിങ്കാളി ഉപാസകൻ കരിങ്കുറ്റാൻ. അപ്പം ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം. ജലസ്തംഭിനി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ വെറൈറ്റി വേറെ ഒരു മരുന്നാണിത്. ഇതും ജലസ്തംഭിനിയുടെ ഏകദേശം ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. 100% ഗുണങ്ങളില്ലെങ്കിലും ഏകദേശം ഒരു 80% ഗുണങ്ങൾ ഇതിനുള്ളതാണ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ചില രോഗങ്ങൾക്ക് വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. ഈ ജലസ്തംഭനി നമ്മളിപ്പോൾ അതിൻ്റെ നീര് പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കട്ടയാവുന്നതാണ്. അതുള്ളതാണോ പറയുന്നത്? ഉള്ളതാണത്, 100% ഉള്ളതാണ്. ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞാനിത് കാണിച്ചു തരാം. ഇത് നിങ്ങളെടുത്തോ, ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിൻ്റെ ഞാൻ കുറച്ച് ഇലകൾ പറിച്ചെടുക്കാം. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ജലസ്തംഭിനി എന്ന് കേട്ടിട്ടുള്ളൂ. ജലസ്തംഭിനി എല്ലാം പറയുന്നുണ്ട്. ഒരു ഫേമസ് ആയിട്ട് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മരുത്വാമലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ജലസ്തംഭിനി ചതച്ച് നമ്മൾ അതിൻ്റെ നീര് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം കട്ടയാവുക, നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ തന്നെ ഏകദേശം ഗുണങ്ങളുള്ളതാണ്. പക്ഷേ ഇതിന് ഞങ്ങൾ പറയുന്ന പേര് പാടത്താളി എന്നാണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയോ, ഇങ്ങനെ സാധനം കട്ടിയാവത്തില്ലെന്നൊക്കെ. അല്ല, എല്ലാവരും പറയുന്നുണ്ട് ജലസ്തംഭിനി മാത്രമേ വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടിയാവുള്ളൂ എന്ന്. പക്ഷേ ഇത് ജലസ്തംഭിനി അല്ല, ജലസ്തംഭിനിയുടെ ഒരു ഗുണങ്ങളൊക്കെ ഉള്ളവരാണ്. ഞാൻ പറഞ്ഞല്ലോ, പാടത്താളി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ നീരിൻ്റെ അകത്തോട്ട് പിഴിയാം. അറിയാവുന്നൊരു സംഭവമാണിത്. ഇത്തോളം കൂടുതൽ വേണം അല്ലേ? കുറച്ച് കൂടുതൽ വേണത്. ഇതൊരുപാട് മരുന്നിന് ഉപയോഗിക്കുന്ന കേട്ടോ. വീഡിയോ കാണുന്ന വൈദ്യന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. കൂടുതൽ എന്താ അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഞങ്ങളിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് തലയിലുണ്ടാകുന്ന താരൻ ഉണ്ടാവുമല്ലോ, പേനൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി, പിന്നെ വയറ്റിലെ ചില കാര്യത്തിന് വേണ്ടി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് വേറെ ഒന്നുമല്ല. ഇത് പറഞ്ഞ് ആരെങ്കിലും അടുത്ത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് ആർക്കും വേണമെങ്കിലും ഈ പറയുന്ന സാധനം തലയിൽ തേച്ചോ, അവർക്ക് മുടിയും വളരും. നമ്മൾ മുമ്പേ വെച്ച മരുന്നാണ്. നമ്മൾ മുമ്പേ വെച്ചാണ്, ഇടിച്ച് വിഴിഞ്ഞ് വെച്ച സാധനമാണ്. ഇപ്പം എങ്ങനെയുണ്ടത്? കട്ടിയായി അലുവ കഷ്ണം പോലെ. അത് തന്നെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് ആ ഒരു മരുന്നിൻ്റെ ഒരു ഗുണം കാണിക്കുന്നതാണ്. ഇതിപ്പം ചില ആൾക്കാർ പറയേ ഈ വിശപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇത് കഴിക്കും. അത് വേറൊരു മരുന്നാണ്. അതിന്റെ ഒരു ചേട്ടൻ അനിയൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മരുന്നാണ് ഇത്. ഇത് കൂടുതലായിട്ട് നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ആ മരുന്ന് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, എന്തൊക്കെ രോഗത്തിന് ഉപയോഗിക്കാന്ന് ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പം ചില ആൾക്കാരെ അത് എടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അലുവ പോലെ കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ തലയിൽ ഉപയോഗിച്ചു. ജലസ്തംഭിനി എന്തൊക്കെയാ പറയാ? ജലസ്തംഭിനി എന്ന് പറയുന്നുണ്ട്, അതിതല്ല, അതിന്റെ ഒരു ബന്ധത്തിൽപ്പെട്ടതാണ്. ഇത് പാടത്താളി. ഇതുണ്ടോ അലുവ പോലെ ആയി. ജലസ്തംഭിനി ഇങ്ങനെ തന്നെ ആവുള്ളൂ. പച്ച പോലെ വെള്ളം കുറെ നേരം വെച്ചാൽ അലുവ പോലെ കട്ടിയായി. കുറെ നമ്മൾ കുറച്ച് സമയം വെച്ചു. നമ്മളിപ്പോ 2 മിനിറ്റ് വെച്ചു. 2 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇത്രയും കട്ടിയായി. കുറെ നേരം ആകുമ്പോൾ നല്ല അലുവ പോലെ ആവും. അതിന്റെ വെള്ളം വിട്ടു പോകുന്നുണ്ടോ? നമ്മൾ ചേർത്ത വെള്ളം വിട്ടുപോകും. പിന്നെ വെള്ളം മറ്റേ കട്ടയായിട്ട് മാത്രം കിടക്കും. ശരി. ഇതുണ്ടോ വെള്ളം അതിനടിയിൽ നിന്ന് വെള്ളം എല്ലാം ഇട്ടിട്ട് പോകുന്നുണ്ട്.